പൈസ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ബാങ്കിൽ 1,00,000 രൂപയൊക്കെ എൻ്റെ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായി സന്തോഷമായിരുന്നു. എനിക്ക് അതിക്ക് മുന്നേ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് നമുക്ക് പൈസ, അതായത് ഓരോ മാസവും പൈസ വരും, 10 ദിവസം കൊണ്ട് അത് തീരും, നമ്മൾ പിച്ചക്കാരിയാവും. മാസത്തിന്റെ ഫസ്റ്റത്തെ ദിവസം നമ്മൾ പണക്കാരി, 10 ദിവസം കഴിഞ്ഞാൽ പിച്ചക്കാരി. അങ്ങനെ പൈസ വരും പോകും. അതായത് പൈസ സൂക്ഷിച്ചു വെക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. പൈസ വരുന്നു, അത് വാങ്ങിക്കുന്നു, ഇത് വാങ്ങിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. കാരണം വീട്ടിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനായിട്ട് അച്ഛനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സൂക്ഷിച്ചു വെക്കണ്ടല്ലോ. അപ്പോൾ അന്ന് അതിൻ്റെ വാല്യൂ, പണത്തിൻ്റെ വാല്യൂ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അപ്പം നമ്മളിങ്ങനെ 1,00,000 ഒന്നും നമ്മൾ അന്ന് കണ്ടിട്ടില്ല. കാരണം 1,00,000 അവൻ സമ്മതിക്കുന്നില്ലല്ലോ, ബാങ്കിൽ പൈസ കിടക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് 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 വെച്ച് ആദ്യമായിട്ട് ബാങ്കിൽ 1,00,000 രൂപയായപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ച 1,00,000. പിന്നെ ആ 1,00,000 രൂപ 2,00,000 ആയി, 3,00,000 ആയി, 10,00,000 ആയി. എനിക്ക് തോന്നുന്നു എൻ്റെ അക്കൗണ്ടിൽ 10,00,000 ഒക്കെ ആകുമ്പോൾ ആ ഫസ്റ്റത്തെ 1,00,000 കിട്ടിയ സന്തോഷമൊന്നും, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും 10,00,000 കണ്ടപ്പോൾ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ കുറച്ച് ആയപ്പോഴാണ് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഈ ഒരു വീട് പണിതത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ്. ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണത്. നമ്മൾക്ക് ഭയങ്കര സ്ട്രഗിൾ, അതായത് വെറുതെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഞാൻ കുറച്ച് പൈസ കിട്ടി അതുകൊണ്ട് വീട് വെച്ചിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരു വീടെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ കിട്ടുന്ന ഒരു സുഖം, സമാധാനത്തിന്, ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന വാക്കിനുള്ളൊരു എന്താ, അതിൻ്റെ ഒരു സ്ഥാനം, സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ തിരിച്ചറിഞ്ഞിട്ട് പൈസ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡ് ഫീലിംഗാണ് തോന്നുന്നത്. ഇപ്പം ലൈഫിൽ സ്റ്റക്കായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ലൈഫിന് നല്ല മീനിങ് ഉള്ളതുപോലെ, നല്ല പർപ്പസ് ഉള്ളതുപോലെയൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മരിച്ചു പോയാലോ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, മരിച്ചു ഇപ്പം എന്ത് എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുന്നത് നമുക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഇന്ന് നമ്മൾ മരിച്ചു പോയിട്ടും ഈ നിമിഷത്തിൽ നമ്മൾ മരിച്ചു പോയാലും തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു, ഞാൻ അവർക്ക് നല്ലൊരു വീട് പണിതിട്ടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പണ്ട് അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു, എൻ്റെ ലൈഫ് എന്താ എങ്ങനെയെന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നു അവരുടെ. ഇന്ന് അവർക്ക് എന്നെക്കുറിച്ച് നല്ല പ്രൗഡ് ഫീലിംഗ്